morning devotion. I'm forever yours. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവർ നമ്മെ പോലെ സദ്വർത്തമാനം കേട്ടവരെങ്കിലും അത് അവർക്ക് വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് അത് അവർക്ക് ഉപകാരമായി വന്നു. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശ്വസിക്കുക. വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വചനത്തെ വിശ്വസിച്ചു, കേട്ട് വിശ്വസിച്ചു. നമ്മൾ കേട്ട വചനത്തെ വിശ്വസിക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാവും. കാരണം കേട്ട കാര്യങ്ങൾ അത്രത്തോളം വലുതാണ്. അത് നമ്മുടെ അൺബിലീവബിൾ എന്നൊക്കെ നമ്മൾ പറയുന്നു. അതുപോലെയൊക്കെ ആയിരിക്കാം. സാധിക്കും, അതെങ്ങനെ നടക്കുമോ, അദ്ദേഹം അങ്ങനെ ചെയ്യൂ, അത്രയും കാര്യങ്ങൾ എനിക്ക് കിട്ടുമോ, ആ ലെവലിൽ ഞാൻ ഉയരുമോ, നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നി. പക്ഷെ കേട്ട വചനം വിശ്വസിച്ചോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഒരു കാര്യം വിശ്വസിക്കാമോ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നൊന്ന് വിശ്വസിക്കാമോ. അതായത് ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ടുണ്ടാകുന്ന വിശ്വാസം എന്ന് പറയുന്നത് വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വിശ്വാസത്തിന്റെ ആത്മാവ് ഞങ്ങളിൽ ഉള്ളതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കും. അപ്പൊ ഞങ്ങൾ വിശ്വസിക്കാനും സംസാരിക്കാനും കാരണം എന്താ? ഞങ്ങളുടെ അകത്ത് വിശ്വസിക്കാൻ ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ അകത്തുള്ളത്. പരിശുദ്ധാത്മാവാണ് വിശ്വസിക്കാൻ കാരണം. അപ്പൊ നമ്മൾ പഴയ നിയമത്തിലൊക്കെ കാണുന്നത്, ആത്മാവ് അവരുടെ മേൽ വന്നപ്പോ അവര് സിംഹത്തെ കീറിക്കളഞ്ഞു, വലിയ സൈന്യത്തെ തോൽപ്പിച്ചു, അവര് വലിയ കാര്യങ്ങളെ ചെയ്തു, ശാരീരികമായി അസാധാരണ കാര്യങ്ങൾ അവർ ചെയ്തു എന്നാണ് നമ്മൾ പഴയ നിയമത്തിൽ പലയിടത്തും കാണുന്നത്. ആത്മാവ് അവരുടെ മേൽ വന്നു. പ്രിയപ്പെട്ടവർ, എന്നാൽ പുതിയ നിയമത്തിൽ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോ ശാരീരികമായി ചില ബലം തന്ന് ചിലരെയൊക്കെ തോൽപ്പിച്ച് നമ്മൾക്കെതിരെ നിൽക്കുന്നവരെ തകർത്ത് തരിപ്പണമാക്കുന്ന, ശത്രുവിനെയൊക്കെ തകർത്ത് തരിപ്പണമാക്കുന്ന ആ ശാരീരികമായ പവർ അല്ലത്, ഫിസിക്കൽ പവർ അല്ലത്. ഇത് എന്റെ അകത്ത് വിശ്വസിക്കാൻ ശക്തി വരിക, എന്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുക. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഞാൻ ഇടപെടുന്ന സകല മേഖലകൾ രൂപാന്തരം ഉണ്ടാകും. അതായത് വ്യക്തികളെ തകർക്കുക, വ്യക്തിത്വങ്ങളെ, വികലതകളെ തകർത്ത്, തെറ്റിനെ തകർത്ത് എന്നെയും ഒരു അനുഗ്രഹമാക്കി മാറ്റും, എന്റെ ചുറ്റുപാട് നിൽക്കുന്നവരെയും അനുഗ്രഹമാക്കി മാറ്റും. പ്രിയപ്പെട്ടവർ, ഇന്ന് പകൽ വിശ്വസിക്കാം. ആരില്ല? ആമേൻ. കർത്താവിൽ വാക്ക് പറഞ്ഞവരെ വിശ്വസിക്കാം. ഇന്ന് പകൽ നിങ്ങളുടെ അത്ഭുതത്തിന്റെ ദിവസമായിട്ട് കർത്താവ് മാറ്റും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവ് ഇന്നത്തെ പകൽക്ക് അവരുടെ ജീവിതത്തിനകത്ത് കർത്താവെ അവരോട് പ്രോമിസ് ചെയ്ത ദൈവത്തിലുള്ള ഉറപ്പ് അവരുടെ അകത്തുണ്ടാകും. അതേ കർത്താവെ, നീ വിശ്വസ്തനാണെന്നും അങ്ങ് സ്നേഹിക്കുന്നവനാണ്, അങ്ങയുടെ അടുക്കൽ വരുന്ന ആരെയും അങ്ങ് ഉപേക്ഷിക്കത്തില്ലെന്ന് ഉറപ്പോടുകൂടെ ആമേൻ ഹല്ലേലൂയ നിലനിൽപ്പാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ. ഇന്നത്തെ പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട ഒരു പകലമാണ്. ഗോഡ് ബ്ലസ് യു. ആമേൻ.